അപ്പൊ പിന്നെ എനിക്കിതിൽ ഞാൻ പ്രതീക്ഷ പ്രത്യേകമായി ശ്രദ്ധിച്ചത് സ്ലാങ്, ലൈക്ക് നിങ്ങളുടെ ആ ഒരു നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് അതും കൂടെ ഞാൻ കുറച്ച് എളുപ്പമായി. കാരണം പക്ക മലപ്പുറമാണ് ഇതിൽ. മലപ്പുറം ബേസ് ചെയ്തിട്ടാണ് സ്ലാങ് ഫുള്ള് വരുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായി. ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നത് ഇതേപോലെ തന്നെ പടത്തിൽ. ഡയലോഗ്സ് അപ്പൊ തരേണ്ടി വരുന്നില്ല. അത് നിങ്ങൾ സ്ട്രിക്റ്റ് എന്തായാലും ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ അതിൽ നിങ്ങൾക്ക് തന്നെ ഇംപ്രവൈസ് ചെയ്യാൻ സാഹചര്യത്തിന് ഒത്തിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അങ്ങനെ കെമിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തിനൊരു ഭാഗ്യം കിട്ടിയത്. അതെ, കാശിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈക് മലപ്പുറത്ത്? എനിക്ക് വളരെ കുറച്ച്, കാരണം ഇവര് മലപ്പുറം ആണെങ്കിൽ ഞാൻ കോഴിക്കോട് അത് ചെറിയ പരിപാടി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ആക്ടർ എന്ന് പറയുമ്പോ നമ്മൾ അതിൽ പൊരുത്തപ്പെടണല്ലോ, നമ്മള് ചെയ്തു പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതില് ഒരു ലൈക് നോൺ ഫേസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സീനിയോറിറ്റി എക്സ്പീരിയൻസ് ആയ രണ്ടുപേരാണ് കൈലാസേട്ടനും അഖിലും. അപ്പൊ അവരൊപ്പുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിന്നെ ഉണ്ണിച്ചേട്ടനും അവര് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ മതി, അവിടെ മീറ്റർ കുറച്ച്, അവിടെ സൗണ്ട് ഇങ്ങനെ വെച്ചാൽ മതി, ലിപ്പ് എത്ര ഇതാക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞുതരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഖിലേട്ടൻ പിന്നെ സിനിമയില് എന്റെ കോച്ചായിട്ടാണ് വരുന്നത്. അപ്പം കോച്ച് തന്നെ ആയിരുന്നു, ഒരേട്ടനെ പോലെ കാണാൻ പറ്റിയ ഒരാളാണ്, അടിപൊളി മനുഷ്യനാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെ ഒരു വൈബായിട്ടല്ലേ നിങ്ങള്? ഉണ്ണിയേട്ടനോട് കൂടുതൽ ഒരു കോംബോ കിട്ടിയിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമഡി സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമോഷണൽ ആയിട്ട് വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് സബ്ജക്റ്റ് ആണ്, അപ്പൊ എന്തായാലും ഇമോഷണലി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ആ ഒരു പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇമോഷണലി ഓൾറെഡി ഞങ്ങള് മറ്റേ വീഡിയോയിലൊക്കെ ചെയ്യണതാണ്. അപ്പൊ പിന്നെ ഇതിലെത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, റീല് ചെയ്യണ പോലെ അല്ല ഇവിടെ. അപ്പൊ ഓവർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ. ഞങ്ങളത് 3ാമത്തെ സിനിമയാണ്. അപ്പൊ ചെറിയൊരു പേടിയൊക്കെ തീർന്നിട്ട് അതിലേക്ക് വരുന്നത്, അത് വലിയൊരു ഹെൽപ്പായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങള് ലൈക്ക് മുന്നേ ചെയ്ത മൂവീസിലും ഒരുമിച്ച് ആ കോംബോ വീണ്ടും ഇതിലോട്ട് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് മൂവി സംഭവമാണ് ഒരുമിച്ച് ഒരു ഫ്രെയിമില് രണ്ടാമത് വരിക എന്നുള്ളത് ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളായിട്ടാണല്ലോ തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച്. ആ കെമിസ്ട്രി തന്നെ സിനിമയിലും വരിക എന്നുള്ളത് ഞങ്ങളൊരു ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ വൈബ് ആണെന്ന് നിങ്ങളുടെ സെറ്റും ഇതേപോലെ ഒരു വൈബ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സെറ്റ്? ഒരു കുടുംബം പോലെ തന്നെ തിരക്കേറിയ സെറ്റ്, നിക്കാൻ നേരമില്ല, പോവാൻ നേരമില്ല, നമ്മള് ഓരോർക്ക് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അടിപൊളി, ഭയങ്കര ഇങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഭയങ്കര ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന മൊമെന്റ്? കോമഡി ആയിട്ട് തോന്നിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. തൊത്തിന്റെ കളി കാണുന്ന ടൈമില് വിഷ്ണു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഇതില്. ആള് കുറച്ച് കോമഡികളൊക്കെ കയ്യിൽ കാണിച്ചിട്ടുണ്ട്. ആ നേരത്ത് ഭയങ്കര ചിരിയും കാളിയും ഡയറക്ടറൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ടാകും. അതൊക്കെ നല്ല മൊമെന്റ് ആയിരുന്നു അവിടെ. അപ്പൊ നമ്മുടെ മൂവി ജൂലൈ 3 റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തതിലേറെ സിനിമക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, അതാ നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയാ, ഏതായാലും ഒരു നല്ലൊരു പടത്തിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമ്മൾ വിചാരിച്ച സംഭവം എന്താണോ അത് ആ പടത്തിന് നമുക്ക് കിട്ടും. ഈ കാണേണ്ടത് പ്രേക്ഷകരാണ്, പറയേണ്ടതും അവരാണ്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയിൽ ഫുള്ള് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ് പടം കണ്ടപ്പോ. അപ്പോ ജൂലൈ 3 റിലീസാണ്, എല്ലാരും പോയി കാണാം. അതന്നെ, ചെറിയ സിനിമ ഞാൻ പറയുന്നില്ല, നല്ലൊരു സിനിമയാണ്. അതേപോലെ തന്നെ കുറെ ആൾക്കാരെ ചെറിയ ചെറിയ സ്വപ്നം കൂടി വലിയൊരു സ്വപ്നമാണ്. അപ്പം എല്ലാരും പോയി കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു എന്റർടൈൻമെന്റിൽ ഉപരി നമ്മൾ കുറെ ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു. അപ്പൊ അതെല്ലാരും കാണാൻ, റിയൽ ആയിട്ട് കാണുന്നേ വേണം. കാണുമ്പോ എനിക്കൊന്ന് കുറച്ചും കൂടി ഇമ്പാക്ട് അതിലേക്ക്. ആദ്യം ഇവരോട് നന്ദി പറയാം, കാരണം നിങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയതും ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ള തുടക്കം തന്നതിനും. അപ്പോ ഈ വരുന്ന ജൂലൈ 3 ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ബോളാഗോള കുടുംബത്തിനും നിങ്ങൾ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാണ്. കൊമ്പങ്ങാട് തറവാട് ഒഴിച്ച് ബോളാഗോളം തറവാട്ടിലും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകുക.
പറ്റണത്തോളം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കൂടിയാണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവിയും ഹിറ്റ് ആവട്ടെ, നിങ്ങൾക്കും ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടാൻ. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.